ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന അലീനയുടെ ഇനി വരാനിരിക്കുന്ന അപ്കമിങ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ അപ്കമിങ് വിശേഷങ്ങളിലേക്ക് കടക്കാമേ. അപ്കമിങ് വിശേഷം ആട്ടോ പറയാൻ പോകുന്നത്, അതായത് ഇനി വരാൻ പോകുന്ന വിശേഷമാണ്. അപ്പൊ ഇന്നലെ നമ്മൾ അപ്കമിങ് വിശേഷം പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിന്റെ ബാലൻസ് ആണ് കേട്ടോ പറയാൻ പോകുന്നത്. അപ്പൊ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം. അങ്ങനെ അലീനയെ സ്റ്റാൻലിയുടെ കൈകളിലേക്ക് ഏൽപ്പിച്ചിരിക്കുകയാണ്. സ്റ്റാൻലിയുടെ അവിടുത്തെ പട്ടാളച്ചിട്ടകളൊന്നും നമ്മുടെ അലീനയ്ക്ക് അത്രയ്ക്ക് പിടിക്കുന്നില്ല. എന്താ പറയുക, ഒരു ആദ്യമായിട്ട് കാണുന്ന ഒരു മകളെ സ്വീകരിക്കുന്ന രീതിയിലല്ല നമ്മുടെ സ്റ്റാൻലി അലീനയെ സ്വീകരിച്ചിരിക്കുന്നത്. അതൊന്നും അലീനയ്ക്ക് പിടിച്ചിട്ടില്ല കേട്ടോ. അലീന സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ എപ്പോഴും വർത്താനം പറയണം, ആരെങ്കിലും വർത്താനം പറയാൻ അലീനയുടെ കൂടെ വേണം. അലീന ഇങ്ങനെ അങ്ങനെ നടക്കുന്ന എന്ന് വെച്ചാൽ ഓവറായിട്ട് സംസാരിക്കത്തുമില്ല, എന്നാലും അത്യാവശ്യം സംസാരിച്ചിട്ട് എല്ലാവരോടും സ്നേഹത്തോടു കൂടി എന്താ പറയാ മുഖത്ത് ആ ഒരു പുഞ്ചിരിയോടൊക്കെ കൂടി നടന്നുകൊണ്ടിരുന്നത് നമ്മുടെ അലീന അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അങ്ങ് പെട്ടൊരവസ്ഥ. അവിടുത്തെ കാര്യസ്ഥനോടും ഡ്രൈവറിനോടും ഒക്കെ അലീന കൂട്ടൊക്കെ ആകുന്നുണ്ട്. പക്ഷെ അവരൊന്നും അലീനയോട് അടുക്കണില്ല കേട്ടോ. കാരണം അവരൊക്കെ ഒരു അകലം പാലിച്ചാണ് നിൽക്കുന്നത്. അലീന എന്തോ വലിയ മുതലാളിയാണ്, അല്ലെങ്കിൽ അലീന മുതലാളിയുടെ അടുത്ത ആളാണ് എന്നൊക്കെ ഓർത്തിട്ട് ഒരു അകലം പാലിച്ചാണ് അവരൊക്കെ നിൽക്കുന്നത്. അലീന അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ ഇവിടുത്തെ മുതലാളിയുടെ അങ്ങനെ അടുത്ത ആളൊന്നും ആയിട്ട് കാണരുത്, ഞാനും നിങ്ങളെപ്പോലെ ഒരു സർവന്റ് ഒക്കെ ആയിരുന്നു എന്നുള്ള രീതിയിൽ സർവന്റ് ആയിരുന്നു എന്ന് പറയുന്നില്ല, നിങ്ങൾക്ക് കുഴപ്പമില്ല എന്നോട് സംസാരിക്കുന്നതിന്, എനിക്കും നിങ്ങളോട് സംസാരിക്കാനൊക്കെ താല്പര്യം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പോലും അവർക്കൊക്കെ ഒരു ചെറിയ പേടി, സ്റ്റാൻലിയുടെ പേടിയായിട്ടായിരിക്കാം കേട്ടോ. ചെറിയൊരു പേടിയിലൊക്കെ തന്നെയാണ് അവരും അലീനയോട് സംസാരിക്കുന്നതും ഒരു അകലം പാലിച്ചൊക്കെ നിൽക്കുകയാണ്. ഇവിടെ എന്താ എല്ലാവരും ഇങ്ങനെ എന്നുള്ള രീതിയിൽ നമ്മുടെ അലീന അവിടെയുള്ള സ്ഥലങ്ങളും കാര്യങ്ങളും ഒക്കെ പരിചയപ്പെടുത്തിയൊക്കെ കൊടുത്തു കഴിഞ്ഞു. രാത്രിയൊക്കെ ആയി. എന്നാലും ഈ സമയത്തെ നമ്മുടെ ബാലചന്ദ്രൻ അവിടെ എത്തുകയാണ്. നെടുമ്പുരയ്ക്കൽ വീട്ടില്. അവിടെ അലീന ഇല്ലാതെ കാറിൽ നിന്ന് ഇറങ്ങുന്ന ബാലചന്ദ്രനെ കണ്ടിട്ട് ചങ്കു പൊട്ടി നിൽക്കുക. രോഹിത്തും ബബിതയും കൃഷ്ണമോളും കൂടെ നമ്മുടെ മനു പോയിട്ടില്ല കേട്ടോ. മനു അവിടെ ഉണ്ട്. മനു അന്ന് അവിടെ നിന്ന് പോയാൽ ശരിയാവില്ലെന്ന് മനുവിനെ അറിയാം. കാരണം അലീന പോയതിന്റെ സങ്കടം ഒരു തീരാ സങ്കടമായിട്ട് തന്നെ അവിടെ നിൽക്കുകയാണ്. അപ്പം മനുവും കൂടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബബിതയ്ക്കും രോഹിത്തിനും കൃഷ്ണമോൾക്കും ഒന്നും താങ്ങാനായിട്ട് പറ്റില്ല. അപ്പൊ അവിടെ ഒന്ന് ഓടിക്കണമെങ്കിൽ മനു വേണം. അപ്പം എന്ത് ചെയ്യുന്നു, നമ്മുടെ മനു അവിടെ ഉണ്ട്. അപ്പൊ മനു അവിടെ ഉണ്ട്. മനു കണ്ടു ബാലചന്ദ്രൻ വന്ന് ഇറങ്ങുന്നത്. അപ്പൊ മനുവിന് മനസ്സിലായി അലീനെ ഏൽപ്പിച്ചിട്ട് വന്നു എന്ന്. ഒരു ചെറിയ പ്രതീക്ഷ ഉള്ളിന്റെ ഉള്ളിൽ എവിടെയോ ഉണ്ടായിരുന്നു കേട്ടോ. ഈ പറയുന്ന നമ്മുടെ രോഹിത്തിനും കൃഷ്ണമോൾക്കും ബബിതയ്ക്കൊക്കെ അലീന ചേച്ചീനെ കൊണ്ടുവരുമായിരിക്കും, തിരിച്ചു കൊണ്ടുവരുമായിരിക്കും, അലീന ചേച്ചി പോവില്ലായിരിക്കും എന്നൊക്കെ. പക്ഷെ എന്ത് ചെയ്യാനാണ്, ആ ഒരു പ്രതീക്ഷയൊക്കെ തെറ്റിച്ചുകൊണ്ട് തന്നെയാണ് നമ്മുടെ ബാലചന്ദ്രൻ വന്നത്. ബാലചന്ദ്രൻ വന്ന് ഇറങ്ങിയപ്പോ എല്ലാവരും മോന്തയെ വീർപ്പിച്ച് കെട്ടി ഇങ്ങനെ നിപ്പുണ്ട്. വന്ന ഉടനെ തന്നെ നമ്മുടെ ബാലചന്ദ്രൻ ചോദിച്ചു, അല്ല എന്താ പറ്റിയത്, മിണ്ടാട്ടോ അനക്കൊന്നും ഇല്ലല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും മനു അവിടെ നിൽപ്പുണ്ട്. അപ്പൊ മനുവിനെ കണ്ട ഉടനെ ചോദിച്ചു, അല്ല നീ എന്താ പോയില്ലേ, നിനക്ക് എന്താ പോകണ്ടായിരുന്നോ? ഏയ് അത് പിന്നെ ഇവരിവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. ഇവരിവിടെ ഒറ്റയ്ക്കല്ലല്ലോ മനു, ഇവര് 3 പേരില്ലേ, പിന്നെന്താ എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ കൃഷ്ണമോട് ചോദിച്ചു, അല്ല അലീന ചേച്ചിനെ കൊണ്ടാക്കിയോ? ആ അവളെ കൊണ്ടാക്കി. അവളെ എവിടെയാ കൊണ്ടാക്കിയത്? അവളെ ഒരു റബ്ബർ എസ്റ്റേറ്റില് അവക്കൊരു ജോലി മേടിച്ചു കൊടുത്തു. എന്താ കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അച്ഛൻ തമാശ പറയാൻ വേണ്ടിയല്ല ഞാൻ ചോദിച്ചത്, ഞാൻ കാര്യമായിട്ട് ചോദിച്ചത്, അലീന ചേച്ചിനെ എവിടെയാ കൊണ്ടാക്കിയത്, അല്ല എവിടെയാ കൊണ്ടാക്കിയെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ മോളിപ്പോ പോയി വിളിച്ചുകൊണ്ട് വരുമോ? അവളെ ഞാൻ സുരക്ഷിതമായ കൈകളിൽ, അതുപോലെ തന്നെ അവളെ ഞാൻ സേഫ് ആയിട്ടാണ് കൊണ്ടാക്കിയിരിക്കുന്നത്. അതൊന്നും ഓർത്ത് കൂടുതൽ സങ്കടപ്പെടുവൊന്നും വേണ്ട നിങ്ങള്. ഇനിയിപ്പം പഴയ രീതിയിലൊക്കെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. അതല്ലേ വേണ്ടത്. എന്നാ പിന്നെ ഞാനേ ഒന്ന് ഫ്രഷ് ആകുക, ബബിത എനിക്കൊരു ചായ എടുത്തോണ്ട് വരാൻ പറഞ്ഞു. ഏതായാലും ഈ സമയത്ത് നമ്മുടെ ബബിത അകത്തേക്ക് കയറിപ്പോയി. ബബിതയുടെ മുഖവും ഒരു കൊട്ടയുണ്ട്, കണ്ണൊക്കെ ഏതാണ്ട് കരഞ്ഞൊക്കെ ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് കേട്ടോ. എന്തോ ചത്ത വീട് പോലെയാണ് അവിടെ. ആ ഒരു അവസ്ഥയിലാണ് എല്ലാവരും ഉള്ളത്. ഈ സമയത്ത് നമ്മുടെ മനു ആണെങ്കിൽ ഇങ്ങനെ നിൽക്കുക. അപ്പം കൃഷ്ണമോളാണെങ്കിൽ, ഈ അച്ഛൻ എന്താ ഇങ്ങനെ, അച്ഛനെന്നും എന്താ വെട്ടി തുറന്ന് പറയാത്തത്, അച്ഛൻ അലീന ചേച്ചി എവിടെയാ പോയെന്ന് ഇപ്പൊ പറഞ്ഞാൽ എന്താ കുഴപ്പമിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് നമ്മുടെ മനുവിനോട് ദേഷ്യപ്പെടുകയാണ്. അപ്പൊ മനുവിനോട് ദേഷ്യപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും മനുവിന് കലിവന്നു കേട്ടോ. മനു പറഞ്ഞു, നീ എന്താ എന്നോട് ദേഷ്യപ്പെടുന്നത്? നിന്റെ അച്ഛനോടുള്ള ദേഷ്യം നീ എന്നോട് തീർക്ക. അല്ല മനുവേട്ടാ, ഞാന് എന്റെ അച്ഛനോടുള്ള ദേഷ്യമൊന്നും മനുവേട്ടനോട് തീർത്തതല്ല. പക്ഷെ അച്ഛൻ എന്ത് പരിപാടി അച്ഛൻ കാണിച്ചത്? അച്ഛന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ട്, അച്ഛന് പറയത്തില്ലേ എവിടെ പോവുക, എവിടെ ആക്കിയതാന്നൊക്കെ? നമ്മൾ ഇനി അലീന ചേച്ചിന് പോയി കാണുന്നൊക്കെ വിചാരിച്ചിട്ടാണോ അച്ഛൻ പറയാത്തത്? എനിക്കിതൊന്നും അത്രയ്ക്ക് ശരിയായ നടപടിയായിട്ടൊന്നും തോന്നുന്നില്ല. ഉത്തരവാദിത്വത്തോടെ കൊണ്ടാക്കി, അവിടെയാക്കി ഇവിടെയാക്കി, സേഫ് ആണ്. അതെവിടെയാന്ന് പറയാൻ അച്ഛന് പറ്റത്തില്ലെന്ന് പറയുമ്പോൾ നീ നിന്റെ അച്ഛനോട് പതുക്കെ ചോദിക്കുക. നിന്റെ അച്ഛനും നിന്റെ അമ്മയ്ക്കും ഒക്കെ വാശിയും കൊണ്ടാണ് അവര് സത്യം പറഞ്ഞ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്. ഇതിനിടയിൽ ഞാൻ എന്ത് പറയാനാ എന്റെ പൊന്നുമോളെ? എനിക്ക് പറയാനൊന്നുമില്ല. ഏതായാലും അത്താഴമൊക്കെ റെഡിയാക്കി വെച്ചില്ലേ, ഇപ്പൊ അങ്കിൾ ഇറങ്ങി വരും. അങ്കിളിന് അത്താഴമൊക്കെ കഴിക്കാൻ കൊടുക്കും, നിങ്ങളെല്ലാം എടുത്ത് വെക്കാൻ പറഞ്ഞു. അലീന ചേച്ചി ഇല്ലാത്ത ഈ വീട്ടിൽ എങ്ങനെയാ എനിക്കറിയത്തില്ല. രാത്രി ആഹാരമൊക്കെ കഴിക്കുമ്പോഴത്തേക്കും അലീന ചേച്ചി അല്ലായിരുന്നു ഞങ്ങൾക്ക് വിളമ്പി തരുന്നത്. ഇപ്പം എന്നെന്നും അലീന ചേച്ചി വിളമ്പി തരാനുണ്ടാവുമോ?
ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നീ ഒരു വീട്ടിൽ നിന്ന് വളർന്നു, നിന്റെ അമ്മ എന്നും നിനക്ക് വിളമ്പി തരുന്നു, അല്ലെങ്കിൽ നിന്റെ സഹോദരി അല്ലെങ്കിൽ അലീന ചേച്ചി എന്നും നിനക്ക് വിളമ്പി തരുന്നിരിക്കട്ടെ, നീ കല്യാണം കഴിച്ചു പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? വിളമ്പി തരുമോ? ഇല്ലല്ലോ. അല്ലെങ്കിൽ പിന്നെ അലീന ചേച്ചി കല്യാണം കഴിച്ചു വിട്ടാൽ നീ എന്ത് ചെയ്യും? അങ്ങനെ അങ്ങ് കരുതിയാൽ മതി, അല്ലാതെ കൂടുതൽ വിഷമമൊന്നും വിചാരിച്ചിട്ട് ഒരു കാര്യമില്ലെന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ ഈ സമയത്ത് ഫ്രഷ് ആയിട്ട് ബാലചന്ദ്രൻ ഇറങ്ങി വന്നിട്ട് ചായയൊക്കെ കുടിച്ചിട്ടാട്ടോ ഇറങ്ങി വന്നത്. അതിനിടയിൽ ബബിത കൊണ്ട് ചായയൊക്കെ കൊടുത്തു. അങ്ങനെ ബാലചന്ദ്രൻ ഇറങ്ങി വന്നു. ആകെ മൊത്തം ഒരു നിശബ്ദത, ആരുടെയും ശബ്ദമോ അനക്കോ ഒന്നുമില്ല. ബാലചന്ദ്രൻ പറഞ്ഞു, എന്തായിരുന്നു കഴിഞ്ഞ ദിവസമൊക്കെ ഇവിടെ? ആലപ്പുറയല്ലായിരുന്നു, എല്ലാവരും കൂടെ കിടന്ന് ശബ്ദം ഉണ്ടാക്കി. എന്താ എല്ലാവരും ശബ്ദം ഉണ്ടാക്കി, പുറത്ത് അങ്ങ് വരെ കേൾക്കായിരുന്നല്ലോ, ഇപ്പൊ എന്താ പറ്റിയത്? ഇവിടെ ഇപ്പം നിശബ്ദതയാണല്ലോ മൊത്തം, എന്താ സംഭവിച്ചെന്ന് ചോദിച്ചപ്പം കൃഷ്ണമോളല്ല ബബിത, അല്ല സംഭവിച്ചത് എന്താണെന്ന് അറിയാത്ത പോലെ നടക്കുന്നത് അച്ഛനല്ലേ? ആ അച്ഛനോട് സംഭവിച്ച കാര്യം ഞങ്ങൾ പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചപ്പം, എന്താ ബബിത നിനക്ക് പറ്റിയത്? ഇവിടുന്ന് അലീന പോയതാണോ നിങ്ങളുടെയൊക്കെ പ്രശ്നം? അലീന ഉള്ളോളം കാലം മുഴുവൻ ഇവിടെ നിൽക്കാണെന്ന് പറഞ്ഞ് കരാർ ഉറപ്പിച്ചിട്ടൊന്നും അല്ലല്ലോ വന്നത്. അലീന പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഏക ഉത്തരവാദി നിങ്ങളുടെ അമ്മ തന്നെയാണ്. അതിനിപ്പോ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുവച്ചാ? ആവുന്ന തരത്തിൽ അമ്മയോട് മതി, നിർത്ത്, ഇനി ഇതിനെക്കുറിച്ച് ഇവിടെ ആരും സംസാരിക്കണ്ട. അലീനെ ഞാൻ കൊണ്ടാക്കിയത് സേഫ് ആയിട്ടാണെന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരിക്കലും ഞാൻ അവളെ വലിച്ചെറിയാൻ കൊണ്ടുപോയതല്ലെന്ന് നിങ്ങൾക്കറിയാലോ. അതുപോലെ തന്നെ അവൾക്ക് ഫോൺ കൊടുത്തിട്ടുണ്ട്, അവൾ വിളിക്കും. അവൾക്ക് നിങ്ങളെ വിളിക്കാൻ ആവശ്യമുള്ളപ്പോൾ അവൾ വിളിക്കും. നിങ്ങൾ ബാക്കി കാര്യങ്ങൾ അവളോട് ചോദിച്ച് സംസാരിച്ചോ എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ നമ്മുടെ ബാലചന്ദ്രൻ മുഖം മറയ്ക്കുവാനുള്ള ഒരു എന്താ പറയാ ഒരിതായിട്ടാണ് ആ ഒരു ദേഷ്യപ്പെടലും ഒക്കെ കാണിക്കുന്നത്. കാരണം ബാലചന്ദ്രനും അവിടെ സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും അലീനയില്ലാത്തതിന്റെ പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെ കാണിക്കാൻ ബാലചന്ദ്രന് പറ്റാത്തത് കൊണ്ട് ബാലചന്ദ്രൻ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിച്ച് അതങ്ങ് മാറ്റിക്കളയാണ്. അത് നമ്മുടെ മനുവിന് മനസ്സിലായി. മനു ഒന്നും മിണ്ടുന്നില്ല. മനു ചെറിയൊരു പുഞ്ചിരോടൊക്കെ കൂടി ഇങ്ങനെ നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ്. ഏതായാലും ഈ സമയത്ത് ആഹാരങ്ങളൊക്കെ കഴിച്ചു. കിള്ളി എന്തൊക്കെയോ കഴിച്ചു എന്ന് ബോധിപ്പിക്കാൻ വേണ്ടി അവിടെ ഇരുന്ന് എല്ലാവരും എന്തൊക്കെയോ കഴിക്കുന്നുണ്ട്. അപ്പം മനു പറഞ്ഞു, ഇതെന്താ ബബിത, ഇതെന്താ കൃഷ്ണമോളെ, രോഹിത്തെ, നിങ്ങൾ ഈ കാണിക്കുന്നത്? ഇങ്ങനെ കുഴച്ചു മറിച്ച് ഇങ്ങനെ വെക്കാനാണോ? ചോറ് വേസ്റ്റ് ആക്കി കളയാനാണോ? മര്യാദയ്ക്ക് കഴിക്കാൻ നോക്കിക്കേ. 1, 2, 3 ദിവസം ഈ ഒരു വിഷമം കാണും. അത് കഴിയുമ്പോഴത്തേക്ക് ഈ വിഷമം അങ്ങ് പൊക്കോളും. അലീന വിളിക്കൂല്ലോ, വിളിക്കാതെയും പറയാതെ ഇരിക്കുന്ന സ്ഥലത്തേക്കൊന്നും അല്ലല്ലോ പോയത് എന്നൊക്കെ പറഞ്ഞു. ഏതായാലും എന്തൊക്കെയോ കഴിച്ചുന്നോ കഴിച്ചില്ലാന്നോ ഒക്കെയോ കൂട്ടിക്കാട്ടി എങ്ങനെയൊക്കെയോ അവരവിടെ നെണീറ്റു പോയി. ഏതായാലും ഈ സമയത്ത് വീണ്ടും അലീനയെ കാണിക്കാം. രാത്രിയായി. അലീനയ്ക്ക് എന്ത് ചെയ്യണമെന്നൊന്നും അറിയില്ല. ആ റൂമിൽ കയറി ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരമായി. അലീനയ്ക്കാണെങ്കിൽ ചുമ്മാ ഇരുന്ന് ശീലവും ഇല്ല. നീ ഇവിടെ അത്താഴം എന്തെങ്കിലും ഉണ്ടാക്കിയോ, ആഹാരം എന്തെങ്കിലും കഴിക്കാനുണ്ടോ എന്ന് പോലും അലീനയ്ക്ക് അറിയത്തില്ല. എന്ത് ചെയ്തു? അലീന അങ്ങനെ ഇരുന്നാൽ ശരിയാവില്ലല്ലോ എന്ന് ഓർത്തിട്ട് നേരെ നമ്മുടെ അലീനയുടെ അച്ഛന്റെ സ്റ്റാൻലിയുടെ റൂമിലേക്ക് ചെന്നു. അവിടെ റൂം അടച്ചിട്ടേക്കാണ്. അവിടെ പട്ടികളുണ്ട്. അലീന എപ്പോഴും പട്ടികളുടെ കൂടെ കളിയും ചിരിയൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കാണ്. വേറെ ആരും അവിടെ സംസാരിക്കാനില്ലേ? അവിടെ കാര്യസ്ഥനുണ്ടെന്ന് പറഞ്ഞിട്ടും ഡ്രൈവർ ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. അലീനയായിട്ട് വലിയ മിങ്കിളൊന്നും അല്ല. അപ്പൊ അങ്ങനെ പട്ടികളോടൊക്കെ ഇങ്ങനെ സംസാരിച്ചു. അപ്പൊ ഇതിനിടയിൽ നമ്മുടെ അലീന എന്നാ പിന്നെ ഇങ്ങനെ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ എന്ന് ഓർത്ത് നേരെ സ്റ്റാൻലിയുടെ റൂമിൽ ചെന്നിട്ട് ഒന്ന് കൊട്ടി. ഇപ്പോഴത്തേക്കും എസ് കമ്മിങ് എന്ന് പറഞ്ഞു. ഉത്തരവ് കിട്ടിയല്ലോ. നമ്മുടെ അലീനയ്ക്ക് കയറി ചെല്ലാലോ. അലീന കയറി ചെന്നു. അലീന കയറി ചെന്നിട്ട് അലീന കയറി ചെന്നതും എന്താ വേണ്ടത് എന്ന് ചോദിച്ചപ്പം, അത് പിന്നെ എനിക്ക് വേണ്ടതൊന്നുമല്ല, ഇവിടെ എങ്ങനെയാ ഭക്ഷണമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഞാൻ ഉണ്ടാക്കാം ആഹാരം, അല്ല വൈകിട്ട് ഭക്ഷണം കഴിക്കണ്ടേ എല്ലാവർക്കും. അപ്പോഴത്തേക്കും അലീനയോട് ചോദിച്ചു, അല്ല നീ ഇവിടുത്തെ കിച്ചണിലൊന്നും കയറി നോക്കിയില്ലായിരുന്നോ? അത് പിന്നെ ഞാൻ കിച്ചണിന്റെ സൈഡിലേക്കൊന്നും പോയില്ല. എന്നാ കിച്ചണിലേക്കൊക്കെ ഒന്ന് പോയി നീ നോക്ക്. അവിടെ 2 വേലക്കാരികളുണ്ട്. അവര് എല്ലാം പാകം ചെയ്ത് വെച്ചിട്ടുണ്ട്. നിനക്ക് എന്താ വേണ്ടതെന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ചൂടോടുകൂടി നിനക്ക് അവരത് സെർവ് ചെയ്ത് തരും എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, ഓഹോ, അത്രയ്ക്കും സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലേ ഇവിടെ? നിനക്ക് മനസ്സിലായില്ലല്ലോ ഇവിടുത്തെ സൗകര്യങ്ങൾ എന്താണെന്ന്. ഇതൊന്നുമല്ല, ഇതിനപ്പുറം സൗകര്യങ്ങൾ ഇവിടെയുണ്ട്. നീ ആ റൂമിൽ കയറി ഇരുന്നാൽ മാത്രം മതി. നീ ഓർഡർ ചെയ്യുന്നതനുസരിച്ച് നിന്റെ അടുത്ത് എല്ലാം എത്തുമെന്ന് പറയുമ്പോൾ, ഇത് വലിയ സ്വർഗമാണെന്നാണോ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് എന്ന് അലീന എടുത്ത് ഇങ്ങനെ ചോദിച്ചു കേട്ടോ. എന്നിട്ട് അലീന അങ്ങോട്ടേക്ക് നോക്കിയപ്പോഴത്തേക്കും അവിടെ ഒരു ഗ്ലാസ് ഇരിപ്പുണ്ട്. ഗ്ലാസ്സിൽ മദ്യം ഇരിപ്പുണ്ട്. അതിന്റെ അടുത്ത് സിഗരറ്റ് കുറ്റി ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ കുറച്ച് പട്ടികളുണ്ട്. എന്താ പറയുക, ആകെ മൊത്തം ഒരു മദ്യഷാപ്പിന്റെ ഒരു രീതിയാണ്. ഇതൊക്കെ കണ്ടിട്ട് അലീനയ്ക്ക് പിടിക്കുന്നില്ല. അലീന തറപ്പിച്ച് തന്നെ ആ മദ്യത്തിലേക്കും അതുപോലെ തന്നെ സിഗരറ്റ് കുറ്റിയിലേക്കും ഒക്കെ നോക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും സ്റ്റാൻലി ചോദിച്ചു, എന്തു പറ്റി, നിനക്കിതൊന്നും ഇഷ്ടപ്പെടുന്നില്ലേ? ഇതൊക്കെ എന്റെ ശീലങ്ങളാ. എനിക്ക് കുറച്ച് ശീലങ്ങളൊക്കെ ഉണ്ട്. അത് ആർക്കും ആരുടെയും പേരിലൊന്നും മാറ്റാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അലീന പറഞ്ഞു, അല്ല ഞാൻ ആരുടെയും ശീലം മാറ്റാൻ വന്നതല്ലല്ലോ, ഞാൻ ശീലം മാറ്റണമെന്ന് പറഞ്ഞുമില്ലല്ലോ. ഇനിയിപ്പം എന്റെ കാര്യം അന്വേഷിക്കരുത് എന്നങ്ങ് പറഞ്ഞാൽ പോരെ, ഈ വളഞ്ഞു മൂക്കി പിടിക്കേണ്ട കാര്യമുണ്ടോ എന്നിങ്ങനെ അലീന ചോദിച്ചപ്പോഴത്തേക്കും
നമ്മുടെ സ്റ്റാൻലിക്ക് മനസ്സിലായി ഉരുളയ്ക്ക് ഉപ്പേരി പോലെ തന്നെ മറുപടി പറയാനായിട്ട് നമ്മുടെ അലീനയ്ക്ക് കഴിയുന്നു. എന്നിട്ട് സ്റ്റാൻലി പറഞ്ഞു, ഇപ്പൊ നീ വാതിലടച്ചിട്ട് പൊക്കോ, നിനക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാല് നീ വേണ്ടുന്ന സമയത്ത് അവിടെ ചോദിച്ചു കഴിച്ചാൽ മതി, ഇല്ലെങ്കിൽ ഒരുമിച്ച് കഴിക്കാനാണെങ്കിൽ ഞാൻ താഴേക്ക് വരും, നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാം എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ അലീന പറഞ്ഞു, ഞാൻ ഒറ്റയ്ക്ക് കഴിക്കുന്ന ശീലമാണുള്ളത്. അതെ, ഞാൻ പല വീടുകളിലും സെർവന്റ് ആയിട്ട് നിന്നതാ, അതുപോലെ ഞങ്ങളുടെ സ്നേഹനികേതനിൽ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ഭക്ഷണം കഴിക്കുന്നത്. അപ്പൊ ഏതാണെങ്കിലും എനിക്ക് കുഴപ്പമില്ല, ഇനിയിപ്പം വെയിറ്റ് ചെയ്യണേ ഞാൻ വെയിറ്റ് ചെയ്യാൻ, ഞാൻ താഴെ ഇരുന്നോളാം, വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അലീന അവിടത്തെ വാതിലടച്ചിട്ട് അങ്ങ് പോയി കേട്ടോ. അതിനിടയിൽ അലീനയോട് ചോദിച്ചു, അല്ല നീ എന്താ ഈ ഡ്രസ്സ് ഇട്ടേക്കുന്നത്, പുതിയ ഡ്രസ്സൊന്നും ഇല്ലായിരുന്നോ? ഓ, ഇവിടെ കുറെ പുതിയ ഡ്രസ്സ് അലമാരയിൽ മേടിച്ചു വെച്ചിട്ടുണ്ടല്ലോ, അത് ആരുടെ അളവിലാ മേടിച്ചു വെച്ചിരിക്കുന്നത്? ഏതോ തടിച്ചിയുടെ അളവില് അല്ലേ, അല്ലാതെ എന്റെ അളവിലല്ലല്ലോ. അതൊക്കെ ഞാൻ ഇട്ട് കഴിഞ്ഞാലേ എന്റെ സൈസിലുള്ള ഒരു 5-6 പേരും കൂടെ ആ ഡ്രസ്സില് പോകും. ഇതിപ്പം എനിക്ക് എന്റെ അനിയത്തി മേടിച്ചു തന്ന ഡ്രസ്സാ, ഇത് ഇടുന്നത് കൊണ്ട് എനിക്ക് ഒരു കുഴപ്പമില്ല, അപ്പൊ ഞാൻ ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ട് നടന്നോളാം ഇപ്പം എന്നിങ്ങനെ പറഞ്ഞിട്ട് അലീന അങ്ങ് പോയിട്ടോ. മോഹത്തെ വീർപ്പിച്ചുകൊണ്ടൊക്കെ തന്നെയാണ് അലീന നടക്കുന്നത്. ഒരു ചിരിയൊന്നും ഇല്ല നമ്മുടെ സ്റ്റാൻലിയുടെ മുഖത്ത് നോക്കി. ഏതായാലും സ്റ്റാൻലിയും കൊള്ളാം, അലീനയും കൊള്ളാം. രണ്ടുപേരും എന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോ വലിയൊരു മഹാഭാവം ചെയ്തതുപോലെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടാൽ പോലും കൂട്ടിയിടിച്ചാൽ പോലും മിണ്ടില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് മസിൽ പിടിച്ചൊക്കെ ഇരിക്കുന്നത്. എന്നാൽ ഈ സമയത്ത് അവിടെ ചെന്നു, താഴെ ഇരുന്നു, ടീൻ മേശയിൽ ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും കുറെ വേലക്കാരികളൊക്കെ വന്നു. അവിടെ സാധനങ്ങളൊക്കെ കൊണ്ട് വെച്ച് നിരത്താൻ തുടങ്ങിയപ്പോഴത്തേക്കും അലീന, എനിക്ക് ഇടണ്ട, ഞാൻ എടുത്തോളാന്ന് പറഞ്ഞപ്പം, ഹേയ് ഇല്ല മാഡം, ഞങ്ങൾ വിളമ്പി തരാന്ന് പറഞ്ഞ് അവര് വിളമ്പി കൊടുക്കുകയാണ്. അവര് വിളമ്പി കൊടുത്തപ്പോഴത്തേക്കും തന്നെ അവിടുന്ന് മേളിൽ നിന്ന് നമ്മുടെ സ്റ്റെയറൊക്കെ ഇറങ്ങി വരികയാണ് ആര്, അലീനയുടെ അച്ഛൻ വന്നതും അലീന വിളമ്പാൻ തുടങ്ങുന്നത് കണ്ടതും, വേണ്ട നീ വിളമ്പണ്ട, അവര് നിനക്ക് വിളമ്പി തന്നോളൂ എന്ന് പറഞ്ഞപ്പം, അതെ എനിക്ക് ദൈവം 2 കൈ തന്നിട്ടുണ്ട്, ആ കൈ വെച്ച് എനിക്ക് അത്യാവശ്യം പണിയൊക്കെ ചെയ്യാൻ അറിയാം, അതുകൊണ്ട് എനിക്കുള്ളത് ഞാൻ വിളമ്പി കഴിച്ചോളാം എന്നിങ്ങനെ പറഞ്ഞു. ഏതായാലും സ്റ്റാൻലിക്ക് അതങ്ങ് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. സ്റ്റാൻലിയുടെ മുഖം എന്തോ പോലെയായി. അവിടെ ഇരുന്നു കഴിക്കാൻ തുടങ്ങുകയാണ്. അവിടെ എന്താ ഈ മുള്ളു സ്പൂണും കുറെ കത്തിയും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ സ്റ്റാൻലി ആഹാരം കഴിക്കുന്നത്. അങ്ങനെ അലീന നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഇതൊക്കെ എങ്ങനെ കഴിക്കുന്നത്, ഈ സ്റ്റാൻലിക്ക് അഴിച്ചു വാരി കഴിക്കുന്നൊന്നും ഇഷ്ടമല്ല കേട്ടോ. അപ്പം ഒരു തീന്മേശയിൽ ഒരു വൃത്തി മെനയും അതിൻ്റെതായ ഒരു രീതിയും അച്ചടക്കവും പട്ടാളച്ചിട്ടാന്ന് പറയുന്ന ആ ഒരു രീതി തന്നെ ഇപ്പോഴും സ്റ്റാൻലി കൈകാര്യം ചെയ്യുന്ന ആ ഒരു രീതി അങ്ങനെയൊക്കെ തന്നെയാണ്. അങ്ങനെ സ്റ്റാൻലി കത്തി വെച്ചും സ്പൂൺ വെച്ചും എന്തൊക്കെയോ കാണിക്കാൻ തുടങ്ങി. അലീന കണ്ണും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ട് നോക്കുന്നുണ്ട്, ഈ കത്തി വെച്ച് എന്തൊക്കെയാ കാണിക്കുന്നതെന്ന്. എങ്ങനെയൊക്കെയോ അത് പെട്ടെന്ന് തന്നെ ഒരു മുള്ളു സ്പൂണിൽ ഇങ്ങനെ കുത്തിയെടുത്ത് അത് കഴിച്ചു. ഇതിപ്പോ എങ്ങനെ കഴിക്കും, നമ്മുടെ അലീനയ്ക്ക് അറിയൂ ഇതിപ്പോ ഇങ്ങനെ കഴിക്കാൻ. അലീന പറഞ്ഞു, അതെ ഞാൻ ഇങ്ങനെയല്ല കഴിക്കുന്നത്, എനിക്ക് ഇങ്ങനെ കഴിക്കാൻ അറിയില്ല, ഞാൻ നിന്നെ കഴിപ്പിക്കാനായിട്ട് നീ ആ സ്പൂൺ എടുക്ക്, ആ കത്തിയും എടുക്കാൻ പറഞ്ഞിട്ട് പഠിപ്പിച്ചു. അലീന പഠിച്ചു കേട്ടോ. ഒറ്റ പ്രാവശ്യം കാണിച്ചതേ ഉള്ളൂ, അലീനയാണ് പഠിക്കുകയും ചെയ്തു. എന്നിട്ട് അലീന പറഞ്ഞു, എനിക്കിതൊന്നും പറ്റില്ല, ഞാൻ കൈ കൊണ്ടേ കഴിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. കൈകൊണ്ട് കഴിക്കാനോ? കൈകൊണ്ട്. അതെന്താ, ഞങ്ങള് മലയാളികളൊക്കെ കൈകൊണ്ടാ കഴിക്കുന്നത്. ഇദ്ദേഹം മലയാളിയല്ലേ? വലിയ പട്ടാളക്കാരനൊക്കെ ആണല്ലോ, മലയാളിയാണല്ലോ, പിന്നെന്താ ഇത് കൈ കൊണ്ട് ഇത്ര കഴിച്ചാൽ കുഴപ്പമിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും, നിനക്ക് വേണമെങ്കിൽ കൈ കൊണ്ട് കഴിക്കുക, നീ ഇപ്പം എന്നെ കൈ കൊണ്ട് കഴിപ്പിക്കാനൊന്നും ഇരിക്കണ്ട എന്ന് പറഞ്ഞു. അല്ല ഞങ്ങളെ അവിടെ ഞാന് ഒരു സെർവന്റ് ആയിരുന്നെന്ന് അറിയാലോ, പക്ഷെ അവിടെ ഉള്ളവരൊക്കെ എന്നെ നീയെന്നോ എടിയെന്നോ എന്നും അല്ല വിളിച്ചിരുന്നത്. അവിടെ ഉള്ളവരെല്ലാവരും എന്നെ അലീന ചേച്ചിന്നാ വിളിച്ചിരുന്നത്, എന്റെ അച്ഛൻ എന്നെ മോളേന്നോ വിളിച്ചിരുന്നത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, മതി നിർത്ത്, ഇത് ടീൻ മേശയാണ്, ഇവിടെ ഭക്ഷണം കഴിക്കുകയാണ് ചെയ്യേണ്ടത്, സംസാരിക്കുകയല്ല ചെയ്യേണ്ടതെന്ന് പറഞ്ഞൊരു ഓർഡർ വിട്ട് നമ്മുടെ അലീനയെ വായങ്ങ് അടപ്പിച്ചു. അലീന എന്ത് ചെയ്തു, കലി വന്നിട്ട് അവിടെ ഇരുന്ന് മനസ്സിൽ എന്തൊക്കെയോ മുറുമുറുത്തിട്ടിരുന്ന് കഴിച്ചിട്ട് അലീന നേരെ പോയിട്ടോ റൂമിലേക്ക് പോയി. ബോറടി എന്ന് വെച്ചാൽ അലീനയ്ക്ക് ഭയങ്കര ബോറടി. അലീനയ്ക്ക് അതും ഇതും എന്തെങ്കിലുമൊക്കെ ചെയ്തൊക്കെ നടക്കണ്ടേ, എന്ത് ചെയ്യണമെന്നൊന്നും അലീന അറിയില്ല. അലീന ഇങ്ങനെ റൂമിനകത്തിരിക്കുന്നു. ഇതെന്ത് പറ്റി എന്നെ ആരും വിളിക്കാത്തത് എന്ന് അലീനയ്ക്ക് ഒരു വിഷമം. അലീനയ്ക്ക് വല്ലാത്തൊരു വിഷമം. ആ ഫോൺ എടുത്ത് നോക്കുകയാണ്. നമ്മുടെ രോഹിത് ഒരു ഫോൺ മേടിച്ചു കൊടുത്തായിരുന്നല്ലോ, അപ്പൊ ആ ഫോൺ എടുത്ത് നോക്കുകയാണ്, ഇതിലേക്ക് ഒരു കോള് വന്നില്ലല്ലോ, ഇതെന്താ അച്ഛൻ ഇനി വീട്ടിൽ ചെന്ന് കാണില്ലേ, എല്ലാവരും എന്നെ മറന്നോ, വലിച്ചെറിഞ്ഞിട്ട് അങ്ങ് പോയതാണോ എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഏതായാലും ഒന്ന് വിളിച്ചു നോക്കിയേക്കാന്ന് പറഞ്ഞ് നേരെ നമ്മുടെ ബാലചന്ദ്രനെ ഫോൺ വിളിക്കുകയാണ് അലീന. അങ്ങനെ ബാലചന്ദ്രനെ ഫോൺ വിളിച്ചു. ബാലചന്ദ്രൻ ഫോൺ എടുത്ത ഉടനെ അതെ ഞാൻ അലീനയാന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് തന്നെ ബാലചന്ദ്രന് വലിയൊരു ആശ്വാസമായിട്ടോ. പക്ഷെ ബാലചന്ദ്രന്റെ മുഖത്ത് അതൊന്നും കാണിക്കുന്നില്ല. എന്താ നീ കിടന്നില്ലേന്ന് ചോദിച്ചു. അപ്പോഴത്തേക്ക് പെട്ടെന്ന് അവിടെന്നോ എവിടെന്നോ ഒക്കെ ഓടി വരുന്നുണ്ട് രോഹിത്, ബബിതയും കൃഷ്ണമോളും ഒക്കെ. രോഹിത് വന്നിട്ട് ആരാ, അലീന ചേച്ചി ആണോന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു അതെ അലീന ചേച്ചിയാ. അപ്പൊ പെട്ടെന്ന് രോഹിത് പേടിച്ചു. രോഹിത് മേടിച്ചിട്ട് അലീന ചേച്ചി ഇത് എവിടെയാ? ഞാന് ഇവിടെ സേഫ് ആയിട്ടുണ്ട് എന്നിങ്ങനെ പറയാണ്. അപ്പൊ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ
അലീന ബാക്കിയുള്ളവരെല്ലാരും എന്തിയെന്നൊക്കെ ചോദിച്ചു. അപ്പം രോഹിത് വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ തിരക്കുന്നുണ്ട്. അലീന സേഫ് ആണെന്ന് അലീന പറഞ്ഞപ്പോ രോഹിത്തിനും ഒരു ആശ്വാസമൊക്കെ ആയി. അപ്പൊ തന്നെ കൃഷ്ണമോള് ഫോൺ ഇങ്ങ് തട്ടിപ്പറിച്ചിട്ട് ഇങ്ങ് തന്നെ മതി സംസാരിച്ചത്. അല്ല അലീന ചേച്ചി ഇനി എന്നാ ഇങ്ങോട്ടേക്ക് വരുന്നത്? നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞപ്പോ, ആണോടി മിസ് ചെയ്യുന്നുണ്ടോടി, ഞാനേ വന്നേക്കാം കേട്ടോ, എനിക്കിവിടെ സുഖാണേ. അല്ല അവിടെ റബ്ബർ കമ്പനിയിലാ അലീന ചേച്ചി? റബ്ബർ കമ്പനിയോ? അല്ല അച്ഛൻ പറഞ്ഞു ഒരു റബ്ബർ കമ്പനിയിലാണെന്ന്. നിന്റെ അച്ഛനെ പൊട്ടത്തരം പറയുന്നതാണേ, നിന്റെ അച്ഛനെ വാട്ട, അതൊന്നും കാര്യമാക്കണ്ട. ഞാൻ സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് തന്നെയാണ് ഉള്ളത്, അതുകൊണ്ട് മോള് പേടിക്കണ്ട എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ബബിതയുടെ കൈ കൊടുത്തു. ബബിത എന്നാ പിന്നെ ഞാൻ മാറിപ്പോയി സംസാരിച്ചോളാം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതെന്താ നീ മാറിപ്പോകുന്നെന്ന് ബാലചന്ദ്രൻ ചോദിച്ചപ്പം കൃഷ്ണമോള് പറഞ്ഞു, കണ്ണീന്ന് കണ്ണുനീര് വരുന്നതും അതുപോലെ തന്നെ കിന്നാരം ചോദിക്കുന്നതും ഒക്കെ മറ്റാരും കേൾക്കുന്നതേ ഇഷ്ടപ്പെടത്തില്ലല്ലോ ബബിതേച്ചിക്ക്, അതുകൊണ്ടാണ് ബബിതേച്ചി മാറിപ്പോകുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും മനു പറഞ്ഞു, കറക്റ്റ് ആണല്ലോടി, നീ എങ്ങനെയാടി അവളുടെ മനസ്സിൽ കയറി പറ്റിയത്, നീ എങ്ങനെയാടി അവളുടെ ആ ഒരു മനസ്സിലെ ഒരു നീ മനസ്സിലാക്കി കളഞ്ഞല്ലോടി, നീ നിനക്ക് വല്ലാത്ത കഴിവാണെന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്കും ബബിത ഇതൊന്നും കാര്യമാക്കില്ല, ഫോൺ മേടിച്ചു, സംസാരിച്ചു. അങ്ങനെ മനു മേടിച്ചു, സംസാരിച്ചു. അതുപോലെ തന്നെ ലാസ്റ്റ് ബാലചന്ദ്രൻ മേടിച്ചു, സംസാരിച്ചു. അപ്പം ബാലചന്ദ്രൻ എങ്ങനെയുണ്ട് നിനക്ക്, അവിടെ സുഖമാണോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, അച്ഛ സത്യം പറയാലോ, എനിക്ക് രാജകുമാരി പദവി ഒന്നും വേണ്ട, എനിക്ക് അവിടുത്തെ സർവന്റിന്റെ പദവി മതി, അത് തന്നെയാണ് നല്ലതെന്ന് പറയുന്നു. അപ്പൊ നമ്മുടെ ബാലചന്ദ്രൻ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ ബാക്കി കഥയുമായിട്ട് ഞാൻ നാളെ വരാം. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അപ്പൊ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ടാറ്റാ ബൈ ബൈ.